പ്രണയ പാഠങ്ങൾ. എത്രയോ കാലമായി യാത്ര ചെയ്യുന്നു, എന്നിട്ടും തിരിച്ചെത്തുകയാണല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത് ജീവിതമെന്ന്. കണ്ടുമുട്ടലിൽ ഒരു കാണലും മുട്ടിയുരുമ്മലുമുണ്ട്. നമ്മൾ കണ്ടുമുട്ടിയവരാണ്. എന്തുമാത്രം മുട്ടിയെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. മുലകളുടെ പർവ്വതങ്ങൾക്കിടയിലൂടെ നിന്റെ നാഭിച്ചുഴിയുടെ താഴ്വാരത്തിലെ നീർച്ചാലുകളും തടാകവും തേടിയായിരുന്നു എൻ്റെ യാത്രയെന്നും. ഇന്ന് ഞാൻ നാട് കടത്തപ്പെട്ടവനാണ്. മരണം കൊണ്ട് നീ എന്നെ തടവുകാരനാക്കി. പ്രാണനിൽ കുരുങ്ങിയത് പ്രണയമാണെന്ന് പ്രാണാപായത്തിലാണ് അറിഞ്ഞത്. അപ്പോഴേക്കും കുരുങ്ങി പൊട്ടിക്കഴിഞ്ഞിരുന്നു. ഭോഗിക്കുമ്പോൾ അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. അത് തൻ്റെ പാട്ടായിരുന്നെന്ന് അവൾ പിന്നീട് തർക്കിച്ചു. നീ എന്നെ മീട്ടിയപ്പോൾ ഞാൻ സംഗീതമായി എന്ന് സരളമായി അവൾ വ്യാഖ്യാനിച്ചു. ജീവപര്യന്തത്തിലെത്തുമ്പോൾ പ്രണയത്തിന് ഒരു മൂർച്ചയേറാനുണ്ട്. നോക്കൂ, പോവല്ലേ എന്ന നിശബ്ദ മന്ത്രണത്തോടെ കൂടുതൽ ചേർന്നിരിക്കുകയാണ് ആ വൃദ്ധ ദമ്പതികൾ. വിൻഡോ സീറ്റിൽ ഞാൻ ഇരുന്നോട്ടെ? തീവണ്ടി മുറിയിൽ ഒരു പെൺകുട്ടി എന്നോട്. നീലക്കണ്ണുകളുള്ള ആ സുന്ദര സാദൃശ്യത്തിന് ഞാൻ ജാലകോലം ഒഴിഞ്ഞുകൊടുത്തു. അവൾ ഒരു തവണ പോലും പുറത്തേക്ക് നോക്കുന്നത് കണ്ടില്ല. അന്ധയാണ് അവളെന്ന് അന്ധനായ ഞാൻ അറിഞ്ഞില്ല. ഇത്രകാലം പ്രണയിച്ചിട്ടും നമ്മുടെ ഹൃദയങ്ങളുടെ സസ്യതടങ്ങളിലൊന്നും ഉർവരത കാണാനില്ലല്ലോ. ഞാൻ ഉമ്മ വച്ചപ്പോൾ അവളുടെ പൊക്കിൾ തടത്തിലെ കറുത്ത മറുക് ഒരു ശലഭമായി വാനിൽ പറന്നുപോയി. അത് തിരിച്ചെത്തുന്നതുവരെ കാത്തിരിക്കുകയാണ് ഞാൻ അവളുടെ അരക്കെട്ടിൽ. പ്രണയം എന്ന ഒന്നില്ല. പ്രണയിക്കുന്നവരെ പ്രണയം എന്തെന്ന് അറിയുന്നുള്ളൂ. ആ അറിവിൻ്റെ സംസ്കാരമാണ് ഈ ലോകത്തിൻ്റേത്. എല്ലാ അർത്ഥത്തിലും പ്രണയം തന്നെയാണ് ജീവിതം. പ്രണയികളുടെ മരണമാണ് ഭൂമിയുടെ ദുഃഖം. നീ എന്നോട് ചേർന്ന് നിൽക്കുക. ഭൂമിയുടെ നെറ്റിത്തടത്തിൽ പ്രണയ പരാഗം തൊടുക. ഇവിടെ ഞാനുണ്ടായിരുന്നു, നീയുണ്ടായിരുന്നു, നമ്മളുണ്ടായിരുന്നു. ചുംബിച്ചുണർത്തിയ നമ്മുടെ കാലമുണ്ടായിരുന്നു.